എന്താടി രാവിലെ തന്നെ രണ്ടാളും കൂടി മറ്റേ ചോക്ലേറ്റ് പോലെ കൊണ്ടെടുക്കണേ പിന്നെ ഇത് ഈ നേരം പോലത്തേക്ക് ഈ മധുരം ഇങ്ങനെ അടിച്ചു കയറ്റണം എന്തിനങ്ങള് ഇന്നലെ കാവലെടുന്ന കള്ളന്മാര് സ്വർണത്തിന് കാവലെടുക്കും പോലെ എന്താ ആവശ്യം അപ്പൊ എനിക്ക് നാളെ വാങ്ങി തന്നീന്നൊക്കെ എന്തിന്ന് അനക്ക് എല്ലാ സാധനവും ഞാൻ വാങ്ങി എന്നിടിക്കല്ലേ പറഞ്ഞത് അന്ന് അടിപൊളി സാധനം അപ്പൊ ഇത്രയും കാലം ഡൂബ്ലി നമ്മള് വാങ്ങി കിട്ടിയപ്പോഴേ ആൾക്ക് എന്താ കാട്ടേണ്ടത് അറിയില്ല ഈ കോല മുന്നിൽ ചിരിക്കണോ കരയണോന്ന് അറിയില്ല. ഐബൂന് എന്താ വേണ്ട ഐബൂന് എന്താ വേണ്ട അത് ഇനിയിപ്പോ കണ്ടാച്ചു പോയവിടുന്ന് ഒരു തൊഴിലില്ല നേരം പോലത്തേക്ക് ചോക്ലേറ്റ് തിന്നാൻ നടക്കുള്ളൂ. എനിക്ക് വേണ്ട ഞാൻ നിങ്ങളെ ചോക്ലേറ്റ് ഇങ്ങനെ തിന്നിട്ട് പണി ഉണ്ടെങ്കിൽ പണിയെടുത്തോ എന്താ വിചാരിച്ച് വെയിലാവുമ്പോ അടിച്ചോരി കയറണം മുറ്റത്തുനിന്ന് എന്താ ചൂടിലേ അവിടുന്ന് താമസം ഇപ്പോഴോ എറണാകുളത്ത് എങ്ങനെ 9 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിലേക്ക് ചോറില്ല ഞാൻ പോകുന്ന പോലാണ് കല്ലുമട്ട് പിന്നെ പാത്രം കഴുകുക ഇവിടെ പ്രത്യേക അവിടെ തോന്നുമ്പോഴേ തുടച്ചീന് ഇവിടെ ആകുമ്പോ ഇവിടെ എന്നും പൊടി പാറിയിട്ട് അവിടെ ആരും വരാനില്ല അഥവാ വന്നാലും പകുതി വിളിക്കും ലൊക്കേഷൻ തരുമോ വെച്ചിട്ട് ഇവിടെ അതൊന്നും നേരെ കയറി വരും. ആ വ്യത്യാസമുണ്ട്. അവിടെ ധൈര്യം എടുത്ത് ആരും വരുമ്പോഴും വിളിക്കൂ ലൊക്കേഷൻ ആ ലൊക്കേഷൻ ചോദിച്ചോ ഞാൻ രാത്രി ടീഷർട്ടും ഇതൊക്കെ ഇട്ട് കയറിക്കുന്ന ചൂടല്ലേ അങ്ങനെ താത്ത വന്നിട്ട് എല്ലാവരും താത്ത നിങ്ങൾ ആദ്യം പുറത്ത് നിൽക്കണ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നിട്ട് ഞാൻ പാന്റ് ഇട്ടിട്ടില്ല. ഞാൻ ഒരു ട്രൗസർ വലിയ ടീഷർട്ട് ഇട്ടിട്ടൊക്കെ എടുക്കണേ ഓടി പിന്നെ കിടന്നുറങ്ങി. രാത്രി എന്ത് ചൂടല്ലേ അവിടെ ഒരു രക്ഷയില്ല ചൂട് എമ്മാതിരി ചൂടല്ലേ. നമ്മള് AC കൊടുത്തിട്ടില്ല ഗൈസ് അതാണ്. ഇന്നലെ കിട്ടുന്നു പിന്നെ അറ്റത്ത് കിട്ടുന്നു. ആ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയ ഈ ബെഞ്ചില് ചൂടുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നിട്ട് പുറമൊക്കെ വേദനയായിട്ട് പില്ലോ ഇല്ലല്ലോ അങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണുറന്നപ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ നീറ്റ് അവിടെ നിന്ന് കിടന്നപ്പോൾ ഐസുണ്ട് ടേബിളിൻ്റെ ചോട്ടില് അവിടെ പിന്നെ ഡോള് കുളിക്കണ സൗണ്ടൊക്കെ ഞാൻ കേട്ട് രാത്രി നീച്ചിട്ട് കുളിക്കുന്നുണ്ട്. വിശ്വബേബിയും കൂടി ഇല്ലാത്തോണ്ട് വിശ്വബേബിയും കൂടി ഉണ്ടെങ്കിൽ എന്തായിക്കാരം എൻ്റെ കഥ. AC ഇല്ലാത്തോണ്ട് പറ്റണില്ല. ഞാൻ AC കൊടുന്ന് വെച്ചാല് AC അവിടെ ഇരിക്കുന്നുണ്ട് എറണാകുളത്ത് പോയിട്ട്. അപ്പൊ അത് പോയി കൊടുന്നിട്ടില്ല. അത് പോയി കൊടുന്നാലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ അല്ലേ. എന്റെ ഐബൂനൊക്കെ ചൂടുകൂര് പൊന്തി എന്താ കാട്ടുക ക്യാമറ കാണുമ്പോ ഇങ്ങനെ കാണൂല. ചൂടുകൂരൊക്കെ നമുക്ക് മേക്കപ്പ് ഇട്ട് അടക്കാറുണ്ട്. പാവം അടക്കാം. ഇതിലൊക്കെ ചൂടൊന്നിരിക്കണേ. 4 വർഷത്തിന് ശേഷം ചൂടുകൂര് വന്നു. അവിടെ പോയ ചൂടുകൂര് ഉണ്ടായില്ല. ലാസ്റ്റ് പൊന്തരാ വലിയ പൊന്തരാ ലാസ്റ്റ് ഒരു ചൂട് സമയത്തില്ലേ മേല് മൊത്തം
ചിക്കൻ ബോക്സ് അല്ലേ ചിക്കൻ ബോക്സിനെ പോലത്തെ സാധനം. മൊത്തം എന്റെ ഫേസ് മാത്രം കാലി, ബാക്കിയല്ല. ഞാൻ ഇവർക്ക് പേടിയാ. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എന്താ ബ്ലഡ് ക്യാൻസർ ഒക്കെ ഇങ്ങനെ വരും. ഞാൻ സെർച്ച് ചെയ്തപ്പോ അതിലൊക്കെ വായിച്ചു നോക്കുമ്പോ അതൊക്കെ കാണുന്നു. ചൂടാണ് പറഞ്ഞത്. ഇയാൾക്ക് ചൂടറ്റൂല. എന്താണ് 10 മണി മുതൽ കിച്ചൺ കയറരുത് പറഞ്ഞു. അതാണ് കാരണം. പിടിക്ക് തുടങ്ങി തിന്നാൻ കിട്ടൂല. എന്താ കിട്ടുക? ചൂടൂലേ തിന്നാൻ വന്നിട്ടില്ലേ? അതാണ് അമ്മച്ചി ഉണ്ടായതുകൊണ്ട് തിന്നാല്. ഇതെന്തടാ എന്തടാ മുണ്ടടാ. ഇവരാണ് പാർക്കും വേണ്ടത്. ആരെ ഇവനെ കൊണ്ട് പറ്റണില്ലേ? ഇവനാണ് ഇവർക്കും പറ്റണില്ലേ? എന്ത് സംഭവം ഞാൻ ഇവരെടുത്ത് ഒക്കത്ത് വെക്കുമ്പോ ഓന്റെ പാണ്ടക്കട്ട എന്റെ ഇവിടെ ഒക്കെ വെക്കണില്ല. അതാ കുട്ടി വീഴൂട്ടാ. പിടിക്ക അയ്യോ എന്താ വേച്ചാറ് ഇങ്ങനെ പോണത്. നോക്കട്ടെ ഞാനോ നമ്മളോട് ഇരിക്കാം. ബത്തിങ്ങള് രണ്ടാളെ നമുക്ക് മണ്ടിക്കണം. മറ്റേ താത്താവനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഓളെ മണ്ടിക്കണം. ഏതാത്താനെ ഇഷബേബിനെ പൊന്നാര ഐശ്വന്റെ കുട്ടിക്ക് ഒരു പീസ് വെക്കുക. അതിപ്പോ ഇങ്ങനെ കഷ്ണം മുറിച്ച് കഷ്ണം കഴിയാലോ. ചെറിയ മോളെല്ലാം രണ്ട് പീസോ ഇവിടുന്ന് ഈ ഇത് രണ്ടു വെച്ച് തിന്നാൻ പാടുള്ളൂ. ബാക്കി 6 കുട്ടിക്ക്. അങ്ങനെയൊക്കെയാണ് കഥകള്. അങ്ങനെ ഞങ്ങള് എന്താ പറയാ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ ഈ കാണുന്ന ടാനും ഒത്തട്ടങ്ങൾ നോക്കി നിങ്ങള്. എന്തോ ഒരു രസാ കാണാനേ. ആകെ ടാനാണ്. അല്ല എത്രാമത്തെ റിസൾട്ട്? മെയ് 4 നമ്മള് ബാർബറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. ചാർജ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇടക്കിടക്ക് നോക്കും കഴിയുണ്ടോ. ലൈവായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങും. ആദ്യം കുറ്റി എടുക്ക. മുടി താടി മീശാന്ന് പറഞ്ഞേ. വേണ്ട എന്നാ മുടി എടുക്കണ്ട. മുടി എടുക്ക. അല്ല മുടി വേണ്ട. എന്താ വീഡിയോയില് പറഞ്ഞ അത് ചെയ്താ മതി. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങക്ക് കോൺഫിഡന്റ് ഇല്ലേ? അല്ല നിങ്ങൾ താടി മീശെന്ന് പറയുമ്പോ എന്താ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? അപ്പൊ ലീഗാരൊക്കെ പാടെ കണ്ട് വരെ നട്ടന്റെ വെച്ച് അന്നുണ്ടാവും നമ്മളെ മുറ്റത്ത്. അല്ലാ കഴിഞ്ഞ പ്രാവശ്യം പാപ്പാന്റെ വരണ്ട മുറ്റത്തായിരുന്നു ആൾക്കാര്. വാടാ നട്ടലുണ്ടടാന്ന് പറഞ്ഞിട്ട് വരും കുറച്ച് ആൾക്കാര്. പിന്നെ കുറച്ച് കമന്റ് വന്നതാണ് കേട്ടോ. ഐഷു ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്? ഐഷു അമ്പലർമ്മ മദ്രസയിലാണ് കേട്ടോ പഠിക്കുന്നത്. അമ്പലർമ്മ മദ്രസ. നമുക്ക് പേര് കാര്യങ്ങൾ അങ്ങനെ യൂട്യൂബിൽ പറയാൻ പാടില്ല കേട്ടോ. അവര് പഠിക്കുന്ന സ്കൂളിന്റെ മദ്രസ ഉണ്ടെന്നു. പിന്നെന്താണ് ചോദിച്ചിട്ടുള്ളത്? വീട് എന്തേ മാറിയെന്ന്? വീട് മാറിയതിന്റെ മെയിൻ റീസൺ നമുക്ക് ഗ്യാസ് ഇല്ല, ജോലി ഇല്ല. ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ വാപ്പച്ചിനെ തിരിയിട്ട് തരണാ കിട്ടാത്ത ടൈമാണ്. ആ സമയത്ത് വാപ്പച്ചി ഇരിക്കണ്. ഒരു പണിയില്ലേ ഗൈസ്. നമ്മള് വണ്ടി അവിടെ വെക്കണ കേട്ടാ. വണ്ടിക്ക് ഓട്ടുണ്ടെങ്കിൽ വിളിച്ചോളേന്നാണ് വാപ്പച്ചി ഉദ്ദേശിച്ചത്. പാക്കേജിന്റെ ടൈമാണ്. അതെ ഇവര് പുറത്തേക്ക് ഈ സമയത്ത് എങ്ങനെ വെച്ചിട്ടാ 2 ദിവസം മൂന്നാമത്തെ പെട്ടി കെട്ടി 3-ാമത്തെ ദിവസം വരും പെട്ടി മാറ്റി കെട്ടും. ഈ പെട്ടി മാറ്റി കെട്ടിൽ തന്നെ നിൽക്കുവാണേ. പക്ഷെ ഞാൻ അന്നൊന്നും ചെയ്തില്ല. ഓരോ പെട്ടിക്ക് 500 രൂപ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് പട്ടിണിയാവില്ലായിരുന്നു. അന്ന് ആലോചിച്ചില്ല. അതെ അങ്ങനെ കുറെ ഇഷ്യൂ കാരണമാണ് നമ്മൾ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇനി ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ വരെ TC കാര്യമൊന്നും മേടിച്ചിട്ടില്ല. ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ അങ്ങോട്ട് തന്നെ പോകും. അത് കാരണമാണ് നമ്മൾ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. പണിയില്ലാതായിട്ടില്ല. അതെ കോവിഡ്. പക്ഷെ ഇനിയാണ് പണി വരിക എന്നും പറയുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാലാണ് ഒന്നുകൂടി ടൈറ്റ് ആവുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും ഉള്ള ഗ്യാസൊക്കെ വിറകൊക്കെ സേഫ് ആക്കി വെച്ചോളൂ. ആരെങ്കിലൊക്കെ എയർപോർട്ടിൽ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ
വിളിച്ചോളിട്ടാ. വണ്ടി അടവടക്കണ്ടേ? അപ്പൊ അതൊക്കെയാണ് ക്രേസാണ്. പിന്നെ ഇപ്പൊ എന്താ ചോദിച്ചത് നിങ്ങള്? കൊറേ ആൾക്കാർ ഇലക്ഷന് നമ്മൾ തിരൂര് മണ്ഡലം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ നമ്മൾ ആദവനാടുള്ളവരാണ് കേട്ടാ. കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു വണ്ടിയുടെ മേലെ കയറിക്കണത് മുസ്തു ആണോ? മുസ്തു തന്നെയാണ് മക്കളെ. കല്ലെടുത്ത് അറിഞ്ഞൂടാറില്ലേ? അതെ, നട്ടല്ലുണ്ട ലീഗേന്ന് അത് ചോദിച്ച മുസ്തു തന്നെയാണ്. നിങ്ങള് വരണട്ടാ മെയ് 4 ഞങ്ങൾ ഉണ്ടാവട്ടെ അവിടെ. ആഘോഷിക്കണം കേട്ടോ നമുക്ക്. പടക്കൊക്കെ ആരെങ്കിലും സ്പോൺസറൊക്കെ ചെയ്തോളി. പടക്കം ഞങ്ങള് പൊട്ടിക്കും, നിങ്ങള് തരും. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ ലീഗാണ്. ഞാൻ അതല്ലേ പറഞ്ഞ ഞങ്ങക്ക് കിട്ടും. ഞങ്ങൾക്ക് ആ സാധനം കിട്ടും. അഥവാ ലീഗ് തോറ്റ ഞങ്ങളൊന്ന് ടൂറും. അത് നിങ്ങക്ക് ഇവർക്കില്ലേ? ഇവർക്ക് എല്ലാ ടൈമിലും ഭയങ്കര കോൺഫിഡന്റ് ആക്കാറട്ടാ. എന്നാ ഇവരെ വട്ട പൂജ ഉണ്ട് തോൽക്കും. എന്നിട്ട് ആ കോൺഫിഡന്റോട് കൂടി നടക്കും. ഞങ്ങൾ അടുത്ത പ്രാവശ്യം എടുക്കും. എന്തുള്ളതാ ഇങ്ങനെ പറച്ചിൽ തുടങ്ങിയിട്ട് കൊറേ വർഷമായിട്ട് അവര്. ഈ ഞങ്ങള് മത്സരിക്കുന്ന ഇടതുപക്ഷം മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടകളല്ല, ഇതൊന്നും മുസ്ലിം ലീഗിന്റെ കോട്ടകളാണ്. ഒക്കെ UDF-ന്റെ കോട്ടയിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മത്സരിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. അതൊരു സംഭവം തന്നെ സംഭവം തന്നെയാണ്. പക്ഷെ നമ്മള് അടുത്ത ഡയലോഗ് കണ്ടിട്ട് അതൊരു സംഭവമാണ്. എന്നിട്ട് അതല്ല എല്ലാം കുറെ തോറ്റിട്ട് വരും ചെയ്യും. തോറ്റിട്ടില്ല തോറ്റ ചരിത്രം ഞങ്ങൾക്കില്ല. അപ്പൊ ഈ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്നിട്ട് ഞങ്ങൾ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സംഭവമാണ്. അത് രണ്ടോട്ടിട്ടാണ് സംഭവമാണ്. അത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങളത് തോറ്റാലും വിഷയമല്ല. അപ്പൊ ഞങ്ങള് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ഈ ഇത്രയും ഈ പച്ചക്കോട്ടയില് ഞങ്ങളെ ചോപ്പ് കൂടി പാറാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് ഇന്ന് ഞങ്ങൾക്ക് സ്വൈര സഞ്ചാരമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഗുലാബ് സിന്ദാബാദ് എന്ന് പറയാം നമുക്ക്. അപ്പൊ ഇങ്ങനൊക്കെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പാർട്ടിയുടെ അടിവേര് ആക്കി കൊണ്ടുവന്ന് ഇപ്പൊ നമ്മള് ഈ മുസ്ലിം ലീഗിനെതിരെ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ നമ്മൾ വോട്ട് ചോദിക്കാൻ മുസ്ലിം ലീഗിനെതിരെ. ആയിക്കോട്ടെ, എല്ലാരും പ്രാർത്ഥിച്ചോളിട്ടാ മുസ്തൂരിന്റെ താടി മീശി പോവാതിരിക്കാൻ. താടി മീശിയും പോയാൽ എനിക്ക് പുല്ലാണ്. ഞങ്ങൾ താടി മീശി കളഞ്ഞു വന്നിട്ട് റൂമിലിരുന്നിട്ട് ആകറിച്ചു കയറും. പോട്ടെ പുല്ലെന്ന് വിചാരിക്കോ? അത്രേ ഉള്ളു. സാധനല്ല. ഞാൻ പറഞ്ഞെ മെയിനായിട്ടുള്ള ധൈര്യം എന്താണോ, ആഴ്ചയിൽ ഇത് വളർന്നു വന്നിട്ട് കട്ട് ചെയ്യാൻ പോണം. അപ്പൊ ധൈര്യമാണ് ആൾക്ക്. കളഞ്ഞാൽ അടുത്ത ആഴ്ച സാധനം സെറ്റ് ആവുന്നത്. മുടി കളയൂല കേട്ടാ. ഇതിപ്പോ ഇന്ന് കളഞ്ഞാലും ഒരാഴ്ച കൊണ്ട് സാധനം അതേമാതിരി വരും. നമുക്ക് വിശാല കേസല്ല, പക്ഷെ പ്രസ്ഥാനം അത് ഉയരാണ്, ചങ്കിലെ ചോരയാണ്. അതിനെ വിട്ടിട്ടുള്ള ഒരു കളി. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ അറിയാനും വിചാരിച്ച കുറച്ച് വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ലോങ് വീഡിയോ ഇടക്കൊക്കെ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരും നമ്മള് ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ലോങ് വീഡിയോ ഇടക്കൊക്കെ വരും. നമ്മള് നിങ്ങൾ പറയാം ലോങ് വീഡിയോ വേണോ വേണ്ടേ, നിർത്തണോ തുടരണോ നിങ്ങൾ പറയും. അപ്പൊ നമ്മള് ഡെയിലി ഇൻഷാല്ലാ വീഡിയോ എടുക്കാൻ നോക്കാം. ഓരോ വേറെ പണിയൊന്നും ഇല്ല, ഫുള്ള് വീഡിയോ. അതുകൊണ്ടാണ് വേറെ ഇത്രയും കാലം നമ്മള് ലോങ് വീഡിയോ ഇട്ടിരിക്കല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ പുതുതായി തുടങ്ങുമ്പോ തന്നെ അറിയാം ഇപ്പം പറ്റേ ലോഗിൽ ഇപ്പൊ വാപ്പച്ച് വന്നിക്കണെന്നുണ്ടെങ്കില്
പറ്റ തീർന്നിക്കണം. അപ്പം മനുഷ്യല്ല നമ്മൾ നോക്കാം അല്ലേ, ഓരോ പോണതും വരണതൊക്കെ കാണിക്കാൻ നോക്കാം. കാരണം അങ്ങനല്ല, അവിടത്തേനേക്കാൾ അവിടെ ആകുമ്പോൾ നമുക്ക് ഇത്രയും ലോങ് വീഡിയോ ഒക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളില് ടൈമില്ല. ഞാൻ ഫുള്ള് തിരക്കായിരുന്നു, ജോലി തിരക്കാവുമ്പോ അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഷോർട്ട് ഇട്ടിട്ട് അപ്പൊ അത്ര മതി. പിന്നെ അതല്ല നാട്ടില് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത് വെറും പൈസ നോക്കിയിട്ടല്ലായിരുന്നു ഇത്രയും കാലം. വെറും നമ്മള് രസത്തിന് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാലാള് തിരിച്ചറിയണം എന്നായിരുന്നു. അതായത് ഞങ്ങളുടെ മെയിൻ ആഗ്രഹം. അത് ഞങ്ങൾ സാധിച്ചെടുത്തു. ഇത്രയും കാലം നമ്മള് പൈസക്ക് വേണ്ടിട്ടല്ല ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നും നോക്കിണ്ടായിരുന്നു. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൈസക്ക് വേണ്ടിട്ട് കളിക്കുന്നു. പണിയില്ലാതാകുമ്പോ ആകെയുള്ള വരുമാനം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വരുമാനം മാത്രമാണ്. അപ്പൊ അതൊന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട്. എല്ലാരും പൈസ തരുന്നല്ലോ, എല്ലാരും കുറച്ച് പൈസ അതെ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അടോക്ക് ഇപ്പൊ മുറ്റം കളിച്ചവരുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരട്ടെ. ഇഷ്ടം പോലെ ഉണ്ട് പണിയെടുക്കണ വീഡിയോ മാത്രമാക്കാൻ. ഇനി ഫുള്ള് മക്കളെ കണ്ടന്റ് വാരി വതറാണ് ഇവിടെ. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ സാധനം കിട്ടാണ്ട്. 16 മിനിറ്റ് ആയി. അപ്പൊ ഇത്ര ഉള്ളട്ടെ, നിങ്ങളെ നീട്ടി വലിച്ച് ചടപ്പിക്കണില്ല. പോട്ടെ, ബൈ.